ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈയിലുള്ള ഒരു ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് ഉള്ളതെങ്കിൽ ആ കേസിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എച്ച് ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു അതിന് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ചെയ്യുമ്പോഴായിരുന്നു നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സും വൈയും ആണ് എന്റെ റാൻഡം വേരിയബിൾസ് എന്ന് വിചാരിക്കാം. സോ അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റീനെ ഇങ്ങനെ തന്നിട്ടുണ്ട്, സ്മോൾ പി ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? എച്ച് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സിലും വൈയിലുമുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രോഡക്റ്റ് എക്സ് വൈ അതും എന്താണ്? ആ ഫംഗ്ഷൻ ഓൺ എക്സ് ആൻഡ് വൈ ആണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫോർമുലയുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഇവിടെ രണ്ട് സമ്മേഷൻ വരുന്നതിന്റെ റീസൺ എന്താ? നമുക്ക് ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. സോ സമ്മേഷൻ ഓവർ എക്സ്, സമ്മേഷൻ ഓവർ വൈ, എച്ച് ഓഫ് എക്സ് വൈ തന്നിരിക്കുന്ന ഫംഗ്ഷനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇൻടു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി. സോ ഇങ്ങനെയാണ് നമുക്ക് എക്സ്പെക്ടേഷൻ രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ കേസിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അപ്പോൾ എക്സാംസിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ഫോർമുലാസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോർമുലാസ് എല്ലാം പഠിച്ചോളുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക ക്വസ്റ്റ്യനിൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു ജോയിന്റ് പി എം എഫിന്റെ ഫോർമുല തന്നിട്ടുണ്ടാവും. അത് ആദ്യം നമ്മൾ ടേബിൾ അങ്ങ് വരയ്ക്കുക, ജോയിന്റ് പി എം എഫ് ടേബിൾ വരയ്ക്കുക. അപ്പൊ നമുക്കറിയാം ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ അറിയാലോ. അപ്പൊ മാർജിനൽ പ്രോബബിലിറ്റീസും കൂടി കണ്ടുപിടിച്ച് വെക്കുക. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ യൂസ് ചെയ്യേണ്ട എളുപ്പം ഒരു ഫോർമുലയുണ്ട്. സമ്മേഷൻ എക്സ് ഇൻറ്റു തന്നിരിക്കുന്ന മാർജിനൽ പ്രോബബിലിറ്റി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടും. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ സമ്മേഷൻ വൈ ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈ ചെയ്താൽ മതി. ഇനി സപ്പോസ് എനിക്ക് തന്നിരിക്കുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താന്ന് നോക്കിയേ. സമ്മേഷൻ ഏത് ഫംഗ്ഷൻ ആണോ നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പൊ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഇടുക, ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് കിട്ടും. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് വൈ ആണെങ്കിലോ, അതായത് വൈയിലുള്ള ഒരു ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല സമ്മേഷൻ എഫ് ഓഫ് വൈ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈ ചെയ്താൽ മതി. ഇനി സപ്പോസ് നമുക്ക് എക്സിന്റെയും വൈയുടെയും ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സ് വൈ, അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ എക്സ്പെക്ടേഷൻ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. നോക്കിക്കേ, സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ തന്നിരിക്കുന്ന ഏത് ഫംഗ്ഷൻ ആണോ അതാണ് ഈ ജി ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് ഇടേണ്ടത്, ഇൻറ്റു ഇവിടെ മാർജിനൽ പ്രോബബിലിറ്റി അല്ല, പക്ഷെ നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിലെ ജോയിന്റ് പ്രോബബിലിറ്റി ആണ് എഴുതേണ്ടത്. സോ ഇതിപ്പോ ഫോർമുലാസ് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി, നമുക്കിത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ജോയിന്റ് പി എം എഫ് ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇസ് ഗിവൺ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ജോയിന്റ് പി എം എഫിന്റെ ഫോർമുല എന്താണ്? പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ 70. എക്സിന്റെ വൈയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് 1, 2, 3 വാല്യൂസ് ആണ് എടുക്കുന്നത്. വൈ എന്ന് പറയുന്നത് 3ഉം 4ഉം എന്ന വാല്യൂസ് ആണ് എടുക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് കണ്ടുപിടിക്കാനാ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വേണം, എക്സ്പെക്ടേഷൻ ഓഫ് വൈ, അതുപോലെ എക്സ് സ്ക്വയർ, എക്സ് പ്ലസ് വൈ, പ്രോഡക്റ്റ് എക്സ് വൈ, ഇത്രയും സാധനങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. എക്സാമിന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ കേസും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ജോയിന്റ് പി എം എഫിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ ജോയിന്റ് പി എം എഫ് ടേബിൾ അങ്ങ് വരയ്ക്കാം. അപ്പോൾ എക്സ് വൈ എഴുതി. വൈ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 3, 4 ആണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2 ആൻഡ് 3 ആണ്. നമ്മൾ
നമ്മുടെ ഫസ്റ്റ് ബോക്സ് നോക്കിക്കേ, എക്സ് എന്ന് പറയുന്നത് 1ഉം വൈ എന്ന് പറയുന്നത് 3ഉം ആണ്. സോ അവിടെ നമുക്ക് വേണ്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് 1, 3 ആണ്. സോ നമ്മുടെ പി എം എ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 70 അല്ലേ. സോ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ ഫോർമുല എന്താണ് വരിക? 1 ഇൻറ്റു 1 പ്ലസ് 3 ബൈ 70 എന്നാണ് വരിക. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/70 എന്നാണ്. സോ അതിനെ നമുക്ക് ആദ്യത്തെ ബോക്സിൽ എഴുതാം 4/70. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബോക്സിലേയും കൂടെ ഒന്ന് നോക്കാം. അവിടെ എന്താണ്, എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 4ഉം ആണ്. അപ്പോൾ പി ഓഫ് 1, 4 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ 70. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 5/70 ആണ്. സോ നമുക്ക് ഇവിടെ എഴുതാം 5/70. ഇങ്ങനെ ഞാൻ എല്ലാ പ്രോബബിലിറ്റീസും കണ്ടുപിടിച്ചിട്ട് ടേബിളിൽ അങ്ങ് എഴുതുകയാണ് ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ജോയിന്റ് പ്രോബബിലിറ്റീസ് ഞാൻ എഴുതി. ഇനി നമുക്ക് ഈ ടേബിളിൽ നിന്ന് തന്നെ മാർജിനൽ പ്രോബബിലിറ്റീസും കൂടെ കണ്ടുപിടിച്ചങ്ങ് എഴുതാം. സോ ഇവിടെ നമുക്ക് വരുന്നത് മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്, ഇവിടെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈ ആണ് വരുന്നത്. സോ നമുക്ക് ആദ്യം മാർജിനൽ പ്രോബബിലിറ്റി ഫോർ എക്സ് ഈക്വൽ ടു 1 നോക്കാം. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെയുള്ള വാല്യൂസ് 4/70, 5/70 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9/70 എന്ന് കിട്ടും. അതുപോലെ എല്ലാം ഞാൻ എഴുതുകയാണ്. പി എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 10/70 പ്ലസ് 12/70, അതായത് 22/70 എന്ന് കിട്ടും. അതുപോലെ പി എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 39/70 എന്നാണ്. ഇതുപോലെ തന്നെ നമുക്ക് പി വൈ ഓഫ് 3 കണ്ടുപിടിക്കാം. അതായത് y ഈക്വൽ ടു 3 ഇവിടെയാണ്. സോ ഇതിന് ഈ കോളത്തിലുള്ള വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പോൾ 4/70, 10/70 പ്ലസ് 18/70 വിച്ച് ഇസ് ഈക്വൽ ടു 32/70 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ പി വൈ ഓഫ് 4 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5/70 പ്ലസ് 12/70 പ്ലസ് 21/70, അതായത് 38/70 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഈ മാർജിനൽ പ്രോബിലിറ്റീസ് ഓഫ് എക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അതുപോലെ തന്നെ ഈ മാർജിനൽ പ്രോബിലിറ്റീസ് ഓഫ് വൈ ആഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടും? 1ഉം കിട്ടും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റൻ ഏതാണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? സോ ഞാൻ ഫോർമുലയുടെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? എക്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1, 2 ആൻഡ് 3 ആയിരുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തും കൂടി വേണം നമുക്ക്? മാർജിനൽ പ്രോബിലിറ്റീസും കൂടി വേണം അല്ലേ. സോ അത് നമുക്ക് ആ ടേബിളിൽ നിന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബിലിറ്റീസും വേണം. അപ്പോൾ നമുക്ക് പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഇതാണ്, 9/70 ആണ്. അതുപോലെ പി എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 22/70 ആൻഡ് പി എക്സ് ഓഫ് 3 39/70. സോ ഇത്രയും നമുക്ക് അറിയാം. ഇനിയിപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടിയ മാർജിനൽ പ്രോബിലിറ്റീസും കൂടി ഞാൻ ഇവിടെ എഴുതാം. പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 9/70 ആയിരുന്നു കിട്ടിയത്. സോ ഇവിടെ നമ്മുടെ എക്സ്പെക്ടേഷൻ എങ്ങനെ എഴുതും? സമ്മേഷൻ എക്സ് ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റീസ് ആണ് അല്ലേ. അപ്പൊ ആദ്യത്തെ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. ആദ്യം ഞാൻ 1നെ ഇട്ടു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബിലിറ്റി ഇവിടെ ഉണ്ട് 9/70, അതും എഴുതി. പ്ലസ് അടുത്ത എക്സിന്റെ വാല്യൂ ഏതാണ്? 2 ആണ്. സോ 2 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് മാർജിനൽ പ്രോബിലിറ്റി ഏതായിരുന്നു? 22/70, അതും എഴുതി. പ്ലസ് ഇനി എക്സിന്റെ ഒരു വാല്യൂ കൂടെ ഉണ്ട്, ഏതാണ്? 3. സോ 3 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് കിട്ടിയ മാർജിനൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 39/70 എന്നായിരുന്നു. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 170/70 എന്നാണ് കിട്ടുക. അതായത് 2.429. ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് വൈയും ചോദിച്ചിട്ടുണ്ട്. സോ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് വൈയുടെ ഫോർമുല ഇവിടെ നോക്കി, സമ്മേഷൻ വൈ ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈ ആണ്. സമ്മേഷൻ വൈ ഇൻറ്റു മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈ. അപ്പൊ നമുക്ക് ഇവിടെ വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? 3ഉം 4ഉം ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അതുപോലെ നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റീസ് വേണ്ടേ? പി വൈ ഓഫ് 3ഉം വേണം, പി വൈ ഓഫ് 4ഉം വേണം. സോ അത് നമുക്ക് നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നോക്കാം. പി വൈ ഓഫ് 3 എന്ന് പറയുന്നത് ഏതാണ്? 32/70 ആണ്. ആൻഡ് പി വൈ ഓഫ് 4 എന്ന് പറയുന്നത് 38/70 ആണ്. സോ ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പി വൈ ഓഫ് 3നെ ഞാൻ ഇവിടെ എഴുതുകയാണ്, 32/70. പി വൈ ഓഫ് 4 എന്ന് പറയുന്നത് 38/70 ആയിരുന്നു. അപ്പൊ നമ്മുടെ ഫോർമുല എങ്ങനെയാ വരിക? സമ്മേഷൻ വൈ ഇൻറ്റു മാർജിനൽ പ്രോബിലിറ്റി ഓഫ് വൈ അല്ലേ. അപ്പൊ ആദ്യത്തെ നമ്മുടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് മാർജിനൽ പ്രോബിലിറ്റി 32/70 പ്ലസ് അടുത്ത വൈയുടെ വാല്യൂ ഏതാണ്? 4 ആണ്. 4 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് മാർജിനൽ പ്രോബിലിറ്റി എത്ര കിട്ടിയത്? 38/70.
70 എന്ന് കിട്ടി. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.543 എന്നാണ്. സോ ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് y എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കിനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതായത് എക്സിലുള്ള ഒരു ഫംഗ്ഷന്റെ എക്സ്പെക്ടേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നോക്കേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലേ. സോ അവിടുത്തെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താ? സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു മാർജിനൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു മാർജിനൽ പ്രോബിലിറ്റി അല്ലേ. അതായത് ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു മാർജിനൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ എക്സിന്റെ വാല്യൂസ് നമുക്കറിയാം 1, 2 and 3 ആണ്. അതുപോലെ മാർജിനൽ പ്രോബിലിറ്റീസ് നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. പി എക്സ് ഓഫ് 1ഉം പി എക്സ് ഓഫ് 2ഉം പി എക്സ് ഓഫ് 3ഉം. അത് ഞാനിവിടെ എഴുതുകയാണ്. എക്സ് വാല്യൂസും നമുക്ക് കിട്ടി, അതുപോലെ അവരുടെ മാർജിനൽ പ്രോബിലിറ്റീസും കിട്ടി. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ എക്സിന്റെ വാല്യൂ ഏതാ? 1 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ ഫംഗ്ഷൻ എന്താ? എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ 1 സ്ക്വയർ എന്ന് ഇടണം. 1 സ്ക്വയർ ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് മാർജിനൽ പ്രോബിലിറ്റി ഏതാണ്? 9/70 ആണ്. സോ 9/70 പ്ലസ് അടുത്ത എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാ? 2 ആണ്. സോ 2ന്റെ സ്ക്വയർ എടുക്കുക, കാരണം ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ. സോ 2 സ്ക്വയർ എന്ന് എടുക്കുക. 2 സ്ക്വയർ ഇൻറ്റു മാർജിനൽ പ്രോബിലിറ്റി ഫോർ 2 എന്ന് പറയുന്നത് ഏതായിരുന്നു? 22/70 ആണ്. പ്ലസ് അടുത്ത എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. വെറുതെ 3 എന്ന് ഇടരുത്, 3 സ്ക്വയർ എന്ന് ഇടുക ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 39/70. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 9 plus 88 plus 351/70 which is equal to 6.4 എന്നാണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെക്ടേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലീനിയറിറ്റി പ്രോപ്പർട്ടി ഓർക്കുന്നുണ്ടോ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാനായിട്ട് പറ്റും. സോ അത് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കണ്ടുപിടിച്ചു. ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ എടുത്ത് ആഡ് ചെയ്യാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് 2.429 ആയിരുന്നു. അതേ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എനിക്ക് കിട്ടിയത് 3.543 എന്നാണ്. സോ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.972 എന്ന് കിട്ടും. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ. അപ്പൊ നമ്മൾ വിചാരിക്കും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ചെയ്താൽ മതി എന്ന്. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. പക്ഷേ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണെന്ന് എഴുതാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ആവുന്ന കേസിൽ മാത്രം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ജോയിന്റ് PMF ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്നൊന്ന് നോക്കിയേ. ആദ്യം നമുക്ക് ഈ വാല്യൂ എടുക്കാം, 4/70. അതെന്ന് പറയുന്നത് എന്താ? എക്സ് 1ഉം വൈ 3ഉം ആകുന്ന വാല്യൂ ആണ്. സോ പി ഓഫ് 13 ആണ് നമ്മുടെ 4/70 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പി ഓഫ് 13 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയാലേ ഇത് ഇൻഡിപെൻഡന്റ് ആകുകയുള്ളൂ? പി എക്സ് ഓഫ് 1 ഇൻറ്റു പി വൈ ഓഫ് 3യോട് ഈക്വൽ ആവണം. പക്ഷെ പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താ? ദേ ഇവിടെ നോക്കിയേ, 9/70 ആണ്. പി വൈ ഓഫ് 3 എന്ന് പറയുന്നത് ദേ ഇതാണ്, 32/70 ആണ്. അതായത് 9/70 ഇൻറ്റു 32/70. ഇത് ഒരിക്കലും നമുക്ക് എന്ത് തരത്തില്ല? 4/70 എന്ന് കിട്ടത്തില്ല. അതിന്റെ അർത്ഥം ഈ കേസിൽ നമ്മുടെ എക്സും വൈയും എന്തല്ല? ഇൻഡിപെൻഡന്റ് അല്ല, നോട്ട് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല? എക്സ്പെക്ടേഷൻ എക്സ് വൈ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ട്? എക്സും വൈയും ഇവിടെ ഇൻഡിപെൻഡന്റ് അല്ലാത്തത് കൊണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്കിനി ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ഫോർമുല എന്ന് പറയുന്നത്? ദേ ഇവിടെ ലാസ്റ്റ് ഫോർമുല നോക്കിയേ, എക്സ്പെക്ടേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഈ തന്നിരിക്കുന്ന എക്സ് വൈ എന്ന് പറയുന്നത് എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോ ഇവിടുത്തെ നമ്മുടെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ജോയിന്റ് പ്രോബബിലിറ്റി. അതായത് ഫോർമുല കണ്ട് പേടിക്കണ്ട, സിമ്പിൾ ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ
നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? എക്സ് വൈ ആണ്. സോ എക്സ് വൈ ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കിട്ടും. സോ ആദ്യം നമുക്ക് ഇവിടെ ഏതൊക്കെ എക്സ് വൈ പെയേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയേ. എക്സ് എന്ന് പറയുന്നത് എടുക്കുന്ന വാല്യൂസ് 1, 2, 3 ആയിരുന്നു. വൈ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 3ഉം 4ഉം ആയിരുന്നു. സോ ഇവിടുത്തെ പോസിബിൾ പെയേഴ്സ് ഏതൊക്കെയാണ്? 1, 3 ആവാം ആദ്യത്തെ പെയർ, അല്ലെങ്കിൽ 1, 4 ആവാം, അതുപോലെ 2, 3, 2, 4, അല്ലാന്നുണ്ടെങ്കിൽ 3, 3, 3, 4. ഇങ്ങനെ 6 പെയേഴ്സ് ആണ് ഈ കേസിൽ ഉള്ളത്. ഏതൊക്കെയാണോ ഞാൻ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ 6 പെയേഴ്സ് ആണ് നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ പെയർ നോക്കാം. ആദ്യത്തെ പെയർ ഏതാ? 1, 3 ആണ്. അവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3ഉം ആണ്. സോ ആദ്യം നമുക്ക് എക്സ് വൈ ഇടണമല്ലോ. അതായത് ഇവിടെ 1, 3 ആണ്. സോ 1 ഇൻറ്റു 3 ഇൻറ്റു ജോയിന്റ് പ്രോബബിലിറ്റി ഓഫ് 1, 3, അതായത് പി ഓഫ് 1, 3 എഴുതുക. നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നോക്കി എഴുതിയാൽ മതി. ഇവിടെ പി ഓഫ് 1, 3 എന്ന് പറയുന്നത് ഏതാ? ഇതാണ് നമ്മുടെ 4/70 ആണ്. സോ അതിനെ നമുക്ക് അവിടെ എഴുതാം. പി ഓഫ് 1, 3 നമുക്ക് കിട്ടിയത് 4/70 എന്നാണ് നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന്. അതിനെ നമുക്ക് 4/70 ഇവിടെ എഴുതാം. ഇനി നമുക്ക് അടുത്ത പെയർ നോക്കാം. അടുത്ത പെയർ ഏതാ? 1, 4 ആണ്. സോ എക്സിന്റെ സ്ഥാനത്ത് 1ഉം വൈയുടെ സ്ഥാനത്ത് 4ഉം ആണ്. സോ എക്സ് വൈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 4 ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി. അത് നമുക്ക് ടേബിളിൽ നോക്കുമ്പോൾ ഏത് പ്രോബിലിറ്റിയാണ് വേണ്ടത്? പി ഓഫ് 1, 4 ആണ് ടേബിളിൽ നിന്ന് വേണ്ടത്. ഇവിടെ പി ഓഫ് 1, 4 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് 5/70 ആണ് അല്ലെ. എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 4. അതാണ് നമ്മുടെ പി ഓഫ് 1, 4. സോ 5/70 എന്നുള്ള വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ഇൻറ്റു 4 ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി ആയ 5/70. ഇതുപോലെ എല്ലാ പെയർസിനും നമുക്ക് കണ്ടുപിടിക്കണം. അടുത്ത പെയർ 2, 3 ആണ്. സോ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതുകയാണ്. നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന് പി ഓഫ് 2, 3 കണ്ടുപിടിച്ച് എഴുതുക. സോ പി ഓഫ് 2, 3 എന്ന് പറയുന്നത് 10/70 ആണ്. പ്ലസ് അടുത്ത പെയർ 2, 4 ആണ്. സോ 2 ഇൻറ്റു 4 ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നത് 12/70 എന്നാണ്. പ്ലസ് അടുത്ത പെയർ 3, 3. സോ 3 ഇൻറ്റു 3 ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി 18/70 പ്ലസ് നെക്സ്റ്റ് പെയർ 3, 4. സോ 3 ഇൻറ്റു 4 ഇൻറ്റു അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത് 21/70 എന്നാണ്. സോ ഇത് ഇത്രയും കൂടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 602/70 എന്നാണ് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 8.6. ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പെയേഴ്സിനെ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയത്? കാരണം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് വൈ ആയിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.